ഹായ് ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഒരു ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്. വീക്കെൻഡാണ്, മോസ്റ്റ്ലി വീക്കെൻഡിൽ ഞാൻ ഒരു ലേണിംഗ് വീഡിയോ ഞാൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട് നിങ്ങളുടെ കൂടെ. അത് എനിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, കാരണം എനിക്കും റിമെമ്പർ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. കാരണം ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോസ് കുറച്ച് ഡിഫറെൻ്റ്ലി ആണ് ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത് എല്ലാവർക്കും. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ നോർമലി എല്ലാ ടൂൾസ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആക്ച്വലി നോർമലി അവരുടെ പോലെ തന്നെ യൂസ് ചെയ്താലേ നമുക്കത് പ്രോബ്ലമാണ്. ദാറ്റ് മീൻസ് കാരണം അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സോ നമ്മൾ ഡിഫറെൻറ്റ് തിങ്കിങ് ഓർ ഡിഫറെൻറ്റ് ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യണം. നമ്മുടെ ടൂൾസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്താണ്? ഇന്നത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഫിബൊനാച്ചിയാണ്. ഫിബൊനാച്ചിൻ്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്ന് രണ്ട് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഹൗ ടു യൂസ് ഫിബൊനാച്ചി ടൂൾ. സോ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാൻ പോവുക. ബട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കും, ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഫിബൊനാച്ചി മാത്രമേ യൂസ് ചെയ്താൽ പോരാ, അതിന് കൂടെ നമ്മൾ കുറച്ച് കാൽക്കുലേഷൻസ്, കുറച്ച് വേറെ പാറ്റേൺസ് ഓർ എന്തൊക്കെ നമ്മൾ ഓവറോൾ യൂസ് ചെയ്യേണ്ടതാണ്, അത് ഞാൻ ഈ വീഡിയോ ഞാൻ പറഞ്ഞു തരും. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഇതൊരു ചാർട്ടാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും അറിയാം, ഐ തിങ്ക് ഈ സ്റ്റോക്കിൻ്റെ പേരാണ് GM ബ്രൂവറീസ്. ഓക്കെ, സോ ഈ സ്റ്റോക്കിൻ്റെ ഇത് നമുക്ക് പ്രോഫിറ്റ് കിട്ടി, നമ്മൾ ബുക്ക് ചെയ്ത് മാറുകയും ചെയ്തു. ഞാൻ സിംഗിൾ ഡേയിൽ തന്നെ 8 to 10% നമ്മൾ ബുക്ക് ചെയ്ത് മാറി, നല്ല പെർഫോം ചെയ്തു സിംഗിൾ ഡേയിൽ തന്നെ. 2 ദിവസം മുന്നേ പോസ്റ്റ് ചെയ്ത സ്റ്റോക്ക്, ദെൻ പിറ്റേ ദിവസം മോർണിംഗ് നമ്മൾ എഴുന്നേറ്റു, ഇതിനകത്ത് എൻട്രി എടുത്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി. സോ ഇത് പെർഫെക്റ്റ് എക്സാമ്പിളാണ്, ലൈവ് എക്സാമ്പിളാണ് നിങ്ങൾക്ക്. കാരണം ഞാൻ ഇതിനകത്ത് ഫിബൊനാച്ചി ടൂളൊക്കെ വെച്ച് ഞാൻ യൂസ് ചെയ്ത സംഭവമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിത് പറയാൻ പോവുക, എക്സ്പ്ലനേഷൻ തരാൻ പോവുക. ഫസ്റ്റ് ഞാനിത് പറഞ്ഞ മുന്നേ ഞാൻ ഈ സ്റ്റോക്കിൻ്റെ എക്സ്പ്ലനേഷൻ എന്ത് തരാം. ഞാൻ ഇത് ആക്ച്വലി സെലക്ട് ചെയ്ത സ്റ്റോക്ക് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു സൈഡ് വേസ് കണ്ടോ. നമ്മൾ സെലക്ട് ചെയ്ത് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? ഇത് കണ്ടോ, ഇത് 1 hour ഓർ ഡെയിലി ടൈം ഫ്രെയിം. നമ്മളിപ്പോൾ സ്റ്റോക്ക് സ്വിങ് ടൈപ്പാണോ നമ്മൾ നോക്കുന്നത്, സ്വിങ് സ്റ്റോക്കാണ് നമ്മൾ. ഇതൊരു സൈഡ് വേസ് ആയിരുന്നു കൺസോളിഡേഷൻ, കണ്ടോ. കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ കൺസോളിഡേഷൻ കൂടെ താഴേക്ക് വന്നു. ദെൻ ഈ ബോക്സിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് നോക്കാനുള്ളത് എന്തായിരുന്നു നമുക്ക്? ഇത് ആക്ച്വലി 2 ഡബിൾ ടോപ്പ്, ഇവിടെ ഒരു ഡബിൾ ബോട്ടം ഇവിടെ ഫോം ചെയ്തു, ഇവിടെ ഫോം ചെയ്തു, ഇവിടെ ഫോം ചെയ്തു. ഇവിടെ പെർഫെക്റ്റാണ് ഡബിൾ ബോട്ടം ഫോം ചെയ്തത്. ഓക്കെ, ദെൻ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയി. പിന്നെ കുറച്ച് ദിവസമായിട്ട് പ്രൈസ് ഇവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ സസ്റ്റെയിൻ ചെയ്തപ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇത് ബ്രേക്ക് ഔട്ട് നിൽക്കുന്നത്. കാരണം പ്രൈസ് ക്യാൻഡിൽസ് നേരത്തെ കണ്ടോ, പണ്ട് ക്യാൻഡിൽസ് ഇവിടെ ഒരു അടിച്ച ഹൈ, ഇത് കണ്ടോ, ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽസ് ഇത് കണ്ടോ, ഇവിടെ ഒരു ഹൈ അടിച്ചിട്ടുണ്ടല്ലോ. ഇത് വിഗാണ്, ബട്ട് ക്യാൻഡിൽ ക്ലോസിങ് കണ്ടോ ഇതിൻ്റെ. ഓക്കെ, ഇവിടെ ഹൈ ഇത് ക്രോസ് ചെയ്തിട്ട് ഇവിടെ പ്രൈസ് ക്യാൻഡിൽ ക്ലോസ് ആയി, ഇവിടെ പെർഫെക്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ആയി. ദറ്റ് മീൻസ് പ്രൈസ് ഇവിടെ തന്നെ സസ്റ്റെയിൻ, ഈ ഇവിടെ അടിച്ച ഹൈ ഇവിടെ തന്നെ പ്രൈസ് സസ്റ്റെയിൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാം. ഞാനും ഇങ്ങനെയാണ് പഠിക്കുന്നുള്ളൂ. ഒരു സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് സ്റ്റോക്സൊക്കെ ഞാൻ അങ്ങനെയാണ് പഠിക്കുന്നുള്ളൂ. ഓക്കെ, സോ പ്രൈസ് ഇതിൻ്റെ അബവ് ക്യാൻഡിൽ ക്ലോസ് ആയി ഇവിടെ തന്നെ 2-3-4 ക്യാൻഡിൽ സസ്റ്റെയിൻ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്കത് മനസ്സിലാക്കാം. ഈ ലെവലിൻ്റെ അബവ് ആണ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത്, റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ പിന്നെ നമ്മൾ ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. 1 hour ചാർട്ടിൽ ഫസ്റ്റ് ഞാൻ 1 hour ചാർട്ടിൽ വരട്ടെ. 1 hour ചാർട്ടിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒക്കെ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലിയറിറ്റി കിട്ടത്തുള്ളൂ. ഓക്കെ, സോ ഇനി ഈ ബോക്സ് ഞാൻ റിമൂവ് ചെയ്യാൻ പോവാം. ഓക്കെ, യെസ്, ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ലെഗാണ് ഇത്. നമ്മളിപ്പോൾ സ്റ്റോക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തത് ഇവിടെയാണ് നിങ്ങൾക്ക് കേട്ടോ. ഇവിടെയാണ് ഞാൻ പ്രൊവൈഡ് ചെയ്തത് നിങ്ങൾക്ക് സ്റ്റോക്ക്. ഇതിൻ്റെ മുന്നേ ഈ റാലിക്ക് മുന്നെയാണ് പ്രൊവൈഡ് ചെയ്ത സ്റ്റോക്കാണ്. സോ നമ്മൾ ലെഗ് എന്താണ്? ഇപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട് ചോദിച്ചു ലെഗ് എങ്ങനെയാണ്. ലെഗ് എന്ന് പറഞ്ഞാൽ ഒരു ലേറ്റസ്റ്റ് അടിച്ച ഹൈ ഓർ ലോ. ഓക്കെ, ലേറ്റസ്റ്റ് അടിച്ച ഹൈ ഏതാണ്? ഇത് ഈ കഴ്സർ മുകളിൽ കാണുന്ന 875 അവിടെ ഈ ഗ്രീൻ ക്യാൻഡിൽ. പിന്നെ ലേറ്റസ്റ്റ് അടിച്ച ലോ ഇതാണ് ലോ. ഓക്കെ, ഇതാണ് ലോ. ഇതിൻ്റെ ഇടയിൽ വേറെ ലോ വരാൻ പാടില്ല. വേറെ ലോ വന്നു കഴിഞ്ഞാൽ ഓർ ഹൈ വന്നു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ലെഗ്. നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ഒന്ന് കുറച്ച് നാൾ നമ്മൾ ട്രാക്ക് ചെയ്താലും നമുക്കത് പിടികിട്ടത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ മുന്നേ ഇപ്പോൾ ഇവിടെ നമ്മൾ പുറകിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു ഹൈ ആണ്, ഇത് ലോ ആണ്, ദെൻ ഒരു ബൗൺസ് ചെയ്തു, ഒരു ഹൈ അടിച്ചു. സോ ഇത് ലോ ആണ്, ഇത് ഇവിടെ ലോ ആണ്. സോ ഇതൊരു ഹൈ ലോ, അങ്ങനെ ഒരു ഇതായി. ഇപ്പോൾ നമ്മുടെ ഒരു ഹൈ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഹൈ. ഓക്കെ, ഇതാണ് ഒരു ഹൈ. ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ലോ ഇതാണ് ലോ. യെസ്, ഓക്കെ, ഇതൊരു ഹൈ ആയി, ഇതൊരു ലോ ആയി, പെർഫെക്റ്റ്.
അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്താ ചെയ്യുക, ഫിബൊനാച്ചി ടൂൾ എടുക്കാം. ഫിബൊനാച്ചി ടൂൾ എടുക്കേണ്ടത് നമുക്ക് മറ്റേ ഇതാണ്, ഫിബ് റിട്രേസ്മെൻറ്റ്. ഈ മുകളിൽ കാണുന്ന ടൂളുണ്ട്, ഫിബ് റിട്രേസ്മെൻറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ എടുത്തു, ഇത് മുകളിലേക്ക് കൊണ്ടുപോയി. നമ്മളിപ്പോൾ മുകളിലെ ടാർഗറ്റല്ല നോക്കുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുക, മുകളിലത്തെ ആ ഹൈ പിടിക്കുക, എക്സാക്ട് ഹൈഡ് അവിടെ പിടിക്കണം, അവിടെ ടൂൾ വെക്കണം, താഴേക്ക് ഇങ്ങനെ വലിക്കണം. ഓക്കെ, ദെൻ ദ ലോ, നമ്മൾ ലോ ഏതാണ്, ഇതാണ്. ഓക്കെ, അവിടെ ഞങ്ങൾ ലോ പിടിച്ചു, നമ്മൾ ലോ എക്സാക്ട് നമ്മൾ വെച്ചു, ആ ലോയിൽ വേണം നിലത്താൻ. കണ്ടോ? ഓക്കെ, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ നമ്മുടെ ടൂളിൻ്റെ കാര്യമാണ്. പിന്നെ കിട്ടിയത് നമുക്ക് മുകളിലത്തെ വാവ് പെർഫെക്റ്റ് ഹൈ ആണ് ചിക്കൻ. കണ്ടോ? പെർഫെക്റ്റ് ഹൈ. നമ്മൾ നെക്സ്റ്റ് ലെവൽ തന്നെ വന്നിരിക്കുന്നതാണ് 946, അവിടെ അടിച്ചേക്കുന്നതാണ് പെർഫെക്റ്റ്. ബട്ട് പെർഫെക്റ്റ് എപ്പോഴും അടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, ഇതേ പെർഫെക്റ്റ്ലി ഈസി ആണല്ലോ. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സോ ഈസി ഒന്നുമില്ല. ഈസി എപ്പോഴാവാമെന്ന് അറിയാമോ? ഞാൻ ഫസ്റ്റ് എൻട്രി കാണിച്ചാൽ എങ്ങനെയാണ് എൻട്രി. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കാര്യം മനസ്സിലായി, ഫിബ് റിട്രീസ് നമ്മൾ ഫിബ് എങ്ങനെ ചെയ്യേണ്ടത്. ബട്ട് ഫിബ് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കിയായിരുന്നു. ഫസ്റ്റ് നമ്മൾ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ പോകാം. അല്ല, അത് പോകുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടി ഒന്ന് കാണിച്ചു തരാം. 15 മിനിറ്റ്സ്. യെസ്, എനിക്ക് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കാനുള്ളത് മെയിൻ എന്താണെന്ന് അറിയാമോ, നമ്മുടെ ഗോൾഡൻ റേഷ്യോ യൂഷ്വലി എല്ലാവരും പറയാറുണ്ട് ഗോൾഡൻ റേഷ്യോ ഇതാണ്. നമ്മുടെ ഫിബൊനാച്ചിയുടെ 0.38 എന്ന് പറഞ്ഞ ഈ അതാണ് ഗോൾഡൻ റേഷ്യോ. ബട്ട് ഞാൻ പറയട്ടെ, ഒരു സ്റ്റോക്ക് ബുള്ളിഷ് ആണെന്ന് വിചാരിച്ചോ. ബുള്ളിഷ് ആണെങ്കിൽ ബുൾസ് ഇവിടെ വരെ കൊണ്ടുവരുമോ? എന്തിനെ കൊണ്ടുവരും ഇത്ര താഴെ അവരെന്തിനെ കൊണ്ടുവരും? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ ബുള്ളാണ്, നിങ്ങൾ മാർക്കറ്റിൽ നിങ്ങൾ ഓപ്പറേറ്റർ ആണെന്ന് വിചാരിച്ചോ. സോ ഹൈ ആൻഡ് ദ ലോ മാർക്ക് ചെയ്ത് നിങ്ങൾ ഒരു റിട്രേസ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. ബിയർസ് എന്ത് ചെയ്തു, കുറച്ച് താഴേക്ക് കൊണ്ടുവന്നു പ്രൈസ്. ബട്ട് ബുൾസ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ബുൾസ് എന്ത് ചെയ്യും, ഇവിടെ വരെ കൊണ്ടുവരുമെന്ന് അവർ കാത്തിരിക്കും. അവരെന്തിനെ കാത്തിരിക്കും? ഒരു 50% കുറച്ച് ഇറങ്ങി വരും, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് അതല്ലേ ഇത്ര ചീപ്പ് റേറ്റിൽ കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് അങ്ങ് അറ്റം വരെ കൊണ്ടുവന്നാൽ പിന്നെ ബിയേഴ്സ് അറ്റാക്ക് ചെയ്യില്ലേ, ബിയേഴ്സ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമല്ലോ. സോ അവരെന്ത് ചെയ്യും, ബുൾസ് താഴെ കൊണ്ടുവരുമ്പോൾ എവിടെ നമ്മളെ ലെവൽ എപ്പോഴും മാർക്ക് ചെയ്ത് വെക്കണം. ഞാൻ ഒരു വീഡിയോ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫിബൊനാച്ചിയുടെ. നമ്മുടെ ആക്ച്വൽ ലെവൽ ബുൾസിൻ്റെ ആക്ച്വൽ ലെവൽ എന്താണ്? 0.5 to 0.618. ഇതാണ് ബുള്ളിൻ്റെ ആക്ച്വൽ ലെവൽ. കണ്ടോ? ഇവിടെ കറക്റ്റ് ഇവിടുന്ന് പ്രൈസ് സസ്റ്റെയിൻ ചെയ്തു, ബൂം റേലിംഗ് കാണിച്ചു. ബട്ട് ഞാൻ ഇങ്ങനെ എൻട്രി എടുത്തിട്ടില്ല. ഞാൻ എൻട്രി എടുത്തത് ഇവിടെ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നില്ല, ഞാൻ വെച്ച് കാണിച്ചത്. ആ പാറ്റേൺ ഉണ്ടായിരുന്നു, ആ പാറ്റേൺ ബേസിലാണ് ഞാൻ എൻട്രി എടുത്തത്. നിങ്ങൾക്ക് പ്രൈസ് കൊടുത്തത് മീൻസ് നിങ്ങൾ ആ വീഡിയോ ഉണ്ടാക്കി കൊടുത്തത് നിങ്ങൾക്ക് അങ്ങനെയാണ്. സോ ഫിബൊനാച്ചിയുടെ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ വരെ കൊണ്ടുവരുന്നു എന്ന് വിചാരിച്ചോ. ഞാൻ ഫിബൊനാച്ചിയിൽ ഞാൻ റെഗുലർ യൂസ് ചെയ്യാറുണ്ട്. ഫിബൊനാച്ചിയിൽ ഞാൻ എന്താ കണ്ടേക്കുന്നതെന്ന് അറിയാമോ? പ്രൈസ് സപ്പോസ് ഈ ഒരു ഹൈ ആൻഡ് ദ ലോ അടിച്ച് കഴിഞ്ഞ് പ്രൈസ് താഴേക്ക് കൊണ്ടുവരുന്നു. ഈ ഗോൾഡൻ റേഷ്യോന് വരുവാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ ഒരു ഫൈറ്റ് നടക്കും, ഇവിടുന്ന് ഒരു റീട്രേസ്മെൻറ്റ് തരും മുകളിലേക്ക്. ആ റീട്രേസ്മെൻറ്റ് എവിടെ വരെ പോകും? 0.786. ഈ ഒരു ബ്ലൂ റേഷ്യോ ഉണ്ട്, ഇവിടെ വരെ പോയിട്ട് പിന്നെ താഴേക്ക് വരും, പിന്നെ മുകളിലേക്ക് പോയി. ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ അവർ ഇവിടെ ഉണ്ടാക്കും. മനസ്സിലായോ? ഇവിടെ ഫൈറ്റ് നടക്കും, ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ ഉണ്ടാക്കും. അങ്ങനെയാണ് ഫിബൊനാച്ചിയിൽ ഞാൻ 80 to 9% ഞാൻ അങ്ങനെ കണ്ടത്. നിങ്ങളൊന്ന് ഈ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്ത് പറയാം അങ്ങനെ ഉണ്ടോ ഇല്ല. ഞാൻ മാക്സിമം കണ്ടേക്കുക അങ്ങനെയാണെങ്കിൽ ഉണ്ട് അവരെന്ത് ചെയ്യും, അപ്പോൾ ഇവിടെ ഒരു ഫൈറ്റ് നടക്കും. കാരണം ബുൾസ് ഹൈ പ്രൈസ് വരെ കൊണ്ടുപോയി പിന്നെ താഴേക്ക് കൊണ്ടുവന്നേക്കുന്ന പിയേഴ്സാണ്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ഇവിടെ ഫൈറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഇവിടുന്ന് ഒരു ബൗൺസ് വരുമ്പോഴത്തേക്ക് ഇത് ബിയർ ഏരിയ ആണ്, ഇത് ബുള്ളിൻ്റെ ഏരിയ ആണ്. സോ അവർ രണ്ടുപേരും കൂടി സ്ക്വീസ് ആക്കും, പാറ്റേൺ ചെറുതാക്കും. മനസ്സിലായോ? ഇപ്പോൾ ഇതിൻ്റെ അപ്പോൾ എന്ത് നടക്കും, ഇവിടെ ചെറിയൊരു ഫൈറ്റ് നടക്കും, ട്രയാങ്കിൾ പാറ്റേണിൻ്റെ പോലെ. ഒരു ഹൈ ഇവിടുന്ന് ഒരു ഹൈ അടിച്ച് ദെൻ ലോ, ദെൻ പിന്നെ ഒരു ഹൈ, പിന്നെ ദെൻ ഒരു ലോ. സോ സ്ക്വീസ് ചെയ്തുകൊണ്ടിരിക്കും, പാറ്റേൺ ചെറിയ സ്ക്വീസ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് ട്രയാങ്കിൾ ഒരു പാറ്റേൺ ഫോം ആവും. പിന്നെ ബ്രേക്ക് ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ എന്താ നടക്കുന്നത് അതായിരിക്കുള്ളൂ. ബട്ട് ആക്ച്വൽ ബുൾ നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, പ്രൈസ് ഇവിടെ വരെ കൊണ്ടുവരേയില്ല. ആക്ച്വൽ ബുൾ മാർക്കറ്റിലുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റോക്കിലോ എന്താ സംഭവം നമ്മളതിലുണ്ടെങ്കിൽ, ആ ചാർട്ടിൽ ആക്ച്വൽ ബുൾ ഉണ്ടെങ്കിൽ അവർ 0.5 to 0.618 ഈ റേഷ്യോ തമ്മിൽ അവർ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് തീർച്ചയായിട്ടും പൊക്കിയിരിക്കും ആക്ച്വൽ ബുൾസ് ഉണ്ടെങ്കിൽ അതിലേക്ക്. ഈ സംഭവങ്ങൾ ആരും മാർക്കറ്റിൽ പറഞ്ഞു തരത്തില്ല. കാരണം റെയർ വീഡിയോസൊക്കെ ഉണ്ടാകും. ഞാൻ
കുറച്ച് എൻ്റെ അറിവ്, കുറച്ചുകൂടി എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ലോജിക്കലി ചിന്തിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. കാരണം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, ഒരു സപ്പോസ് ഈ പ്രൈസ് 0 to 100 വരെ കൊണ്ടുപോയി, പിന്നെ ഇവിടെ വരെ 30 rupees വരെ കൊണ്ടുവരികയാണെങ്കിൽ, ഒരു സപ്പോസ് ഒരു പ്രൈസ് 0 to 100 വരെ പോയിട്ട് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും ആ പ്രൈസ്? ഓൾമോസ്റ്റ് 25 to 30 rupees അല്ലേ ഉള്ളൂ. അപ്പോൾ ആളുകൾ എന്തിനു വാങ്ങും? അത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വാങ്ങും? പിന്നെ ബിയേഴ്സും ട്രൈ ചെയ്യും, പിന്നെ ബൂത്തും ട്രൈ ചെയ്യും. ബട്ട് ആ ഒരു പ്രൈസ് ആക്ച്വൽ വാങ്ങാൻ ആളുണ്ടെങ്കിൽ ഈ പ്രൈസ് ദാറ്റ് മീൻസ് ഈ ഒരു ലെവലാണ്. ആ ലെവൽ 0.5 to 0.6 ആ ഒരു ഏരിയ, അത് 70-75 rupees ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, 70-75 rupees ആണെങ്കിൽ ആക്ച്വൽ ബിൽ എന്ത് ചെയ്യും? അവിടെ നിന്ന് വാങ്ങാൻ തുടങ്ങും. വാങ്ങാൻ ആളുണ്ടെങ്കിൽ, ഡിമാൻഡ് ഉണ്ടെങ്കിൽ, ആ സ്റ്റോക്കിൻ്റെ ആക്ച്വൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ, ആ ഒരു സംഭവത്തിന് ആക്ച്വൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? 70-75 ആളുകൾ 100 വരെ പോയിട്ട് തിരിച്ച് 70-75 ആളുകൾ ഡിമാൻഡ് ഉണ്ട്, വാങ്ങിച്ചോ വാങ്ങാൻ തുടങ്ങുമല്ലോ ആളുകൾ. ഓക്കെ, സോ അവിടുന്ന് വാങ്ങിച്ചിട്ട് ആ പ്രൈസ് പിന്നെ അവിടുന്ന് ഷൂട്ട് ചെയ്യും. ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതാണ് ചിന്തിക്കുക. വീഡിയോ ലോങ് ആയി കൊണ്ടിരിക്കുന്ന ബോർ അടിക്കുകയാണെങ്കിലും പറഞ്ഞേക്കണം, ഞാൻ അത്രയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ജെന്വിൻ കാര്യമാണ്. നിങ്ങൾ ഇത്രയ്ക്ക് ജെന്വിൻ കാര്യം ആരും യൂട്യൂബിൽ ഐ തിങ്ക് ഷെയർ ചെയ്യാറില്ല. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സ്റ്റോക്കിലേക്ക് കിടക്കാം നമുക്ക് വേഗം. ഓക്കെ, ഫിബൊനാച്ചിയുടെ അപ്പോൾ ഇത്രയ്ക്ക് എക്സ്പ്ലനേഷൻ ഞാൻ തന്നിട്ടുണ്ട്. ഇത് ബെറ്ററാണ്. ഇനി ഈ ഫിബൊനാച്ചി ഒന്ന് മാറ്റാം. ഇതിനകത്ത് എൻട്രി എങ്ങനെയാണ് എടുത്തെങ്ങനെ? ഓക്കെ, ഈ സ്റ്റോക്കിൻ്റെ 50 minutes പോകാം. അപ്പോൾ 2 കൺഫർമേഷൻ നമുക്ക് കിട്ടി കേട്ടോ. പിന്നെ ഈ സ്റ്റോക്കിൻ്റെ ഞാൻ നിങ്ങൾക്ക് തന്ന ഒരു പാറ്റേൺ ഇതിനകത്തുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഒരു ഹൈ പിടിച്ചു, ദെൻ ഇങ്ങനെ താഴേക്ക് ഒരു ട്രെഡ് ലൈൻ വരച്ചു. കൺഫർമേഷൻ കാണണം, ഒരു സ്റ്റോക്കിൻ്റെ കൺഫർമേഷൻ നിങ്ങൾ കാണണം. എത്ര കൺഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ആ കൺഫർമേഷൻസ് കണ്ടിട്ട് വേണം നമ്മൾ എന്തെങ്കിലും ഒരു എൻട്രി കാര്യങ്ങൾ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഞാൻ വേറൊരു ഡിഫറെൻറ്റ് ഒരു പാറ്റേൺ നിങ്ങൾക്ക് വരച്ച് കാണിച്ചായിരുന്നു. എൻ്റെ കയ്യിലുണ്ടാക്കിയതല്ല, ഈ നമ്മുടെ ഇതിനകത്തുള്ള ഈ കർവ്, ഇത് കണ്ടോ, ഈ കർവ് ഇതിലേക്ക് നിൽക്കുക, കർവിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു റൗണ്ട് പോലത്തെ ഇങ്ങനെ ഉണ്ടാക്കി. ഇതിനകത്തുള്ള ടൂളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അല്ലാതെ എൻ്റെ പേഴ്സണൽ ടൂളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇതുകൊണ്ടോ? ഓക്കെ, ഇതൊക്കെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ്. ഇതൊക്കെ ഉള്ള ടൂൾസ് നമ്മൾ യൂസ് ചെയ്താൽ എന്താ കുഴപ്പം? സോ നമ്മൾ കൺഫർമേഷൻ കണ്ടോ? ഈ കൺഫർമേഷൻ വെച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഇവിടെ പ്രൈസ് ഇതിൻ്റെ അകത്ത് ഹൈ ആൻഡ് ലോ ഇത് ഈ സർക്കിളിൻ്റെ ഈ റൗണ്ടിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഈ ട്രെൻഡ് ലൈനും റെസ്പെക്ട് ചെയ്യും. ദാറ്റ് മീൻസ് പ്രൈസ് ഞാൻ യൂഷ്വലി ഈ പാറ്റേണിൽ അങ്ങനെ കണ്ടേക്കുന്നതാണ്. പ്രൈസ് എൻ്റെ വീഡിയോ പോയി നോക്കുക. ഇതിൻ്റെ ഈ സ്റ്റോക്കിൻ്റെ ലേറ്റസ്റ്റ് വീഡിയോ മിനിയാന്ന് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഐ തിങ്ക് തേഴ്സ്ഡേ ഉണ്ടാക്കിയ വീഡിയോ ആണ്. അത് നിങ്ങൾ പോയി കാണുക. ഓക്കെ, അതിൽ ഞാൻ പെർഫെക്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രൈസ് ഇവിടെ ഡബിൾ ബോട്ടം ഫോമായി, കൺഫർമേഷൻ കാണുന്നത് എത്ര കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഡബിൾ ബോട്ടം ഫോമായി ഈ ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ ഈസിലി എൻട്രി എടുക്കാം. ചെറിയ എസ് എൽ വരുന്നത് എന്തായിരുന്നു? ഈ ലോഡിൽ താഴെ. എൻട്രി വരുന്നത് എവിടെ ആയിരുന്നു? 830 അബവ്. വെറും 10 rupees എസ് എൽ വെച്ചിട്ട് വെറും 10 points ആണ് എസ് എൽ. നമുക്ക് ട്രെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഇവിടെ ക്ലിയറും പറഞ്ഞായിരുന്നു ആ വീഡിയോയിൽ, കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ. 850 അബവ് പ്രൈസ് സസ്റ്റെയിനാൽ, 850 അബവ് പ്രൈസ് സസ്റ്റെയിനാൽ ദെൻ ബൂം വന്നിരിക്കും. ദാറ്റ് മീൻസ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ എല്ലാം കാൽക്കുലേഷൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറയണില്ല എപ്പോഴും എൻ്റെ കാൽക്കുലേഷൻ പെർഫെക്റ്റ് ആവണമെന്നില്ല, സ്റ്റോക്ക് മാർക്കറ്റാണ്, അത് എന്ത് വേണമെങ്കിൽ നടക്കും. ബട്ട് നമ്മളെല്ലാവരും കൂടി ഇതുപോലെ തന്നെ നമ്മൾ ഒന്ന് ചിന്തിക്കുക. ഈ ലെവൽസ് ഇങ്ങനെയൊക്കെ കൺഫർമേഷൻ നമ്മളെല്ലാവരും കൂടി നമ്മൾ നോക്കുക. ഓക്കെ, നമുക്കപ്പോൾ എത്ര കാൽക്കുലേഷൻസ് എത്ര കിട്ടി, കൺഫർമേഷൻസ് എത്ര കിട്ടി നമുക്ക് നമ്മൾ നോക്കാം. യെസ്, ഒന്നും നമുക്ക് കിട്ടിയേക്കുന്ന കൺഫർമേഷൻ ഫിബൊനാച്ചിയാണ്. ഫിബൊനാച്ചിയുടെ കൺഫർമേഷൻ എന്താ കിട്ടിയേങ്ങനെ? ഈ സ്റ്റോക്ക് ബുൾസ് ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് 0.5 to 0.1618. ദാറ്റ് മീൻസ് ഇത് ബുള്ളിൻ്റെ ഏരിയയാണ്. ആ പ്രൈസ് താഴെ വന്നപ്പോൾ തന്നെ അതിനകത്ത് അറ്റാക്ക് ചെയ്തു. ഫസ്റ്റ് കൺഫർമേഷൻ നമ്മുടെ ഫിബൊനാച്ചിയുടെയാണ്. ഓക്കെ, സെക്കൻഡ് കൺഫർമേഷൻ എന്തായിരുന്നു? നമ്മുടെ ഇതിൻ്റെ ഈ ഒരു പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ടിൻ്റെ കൺഫർമേഷനാണ്. ഓക്കെ, തേർഡ് കൺഫർമേഷൻ എന്തായിരുന്നു? ഞാൻ നിങ്ങൾക്ക് കൊടുത്ത ഈ സ്റ്റോക്കിനെ സ്റ്റാർട്ടിങ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. തേർഡ് കൺഫർമേഷൻ നമ്മുടെ മറ്റേ ഇതിൻ്റെ നമ്മുടെ ബോക്സ് ഒരു പ്രൈസ് ഇതിൻ്റെ അകത്ത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെക്ടാങ്കിൾ, യെസ് ഓക്കെ, ഇതിങ്ങനെ ഇതിൻ്റെ അകത്ത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 1 day ചാർട്ടിൽ.
ഇതിൻ്റെ ഒക്കെ സസ്റ്റെയിൻ ചെയ്തപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് നമുക്ക് ഈസിലി നമുക്ക് എൻട്രി എടുക്കാം. അതാണ് അതിൻ്റെ ഒരു തേർഡ് കൺഫർമേഷൻ. 3 കൺഫർമേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. 3 കൺഫർമേഷൻ വെച്ചിട്ടാണ് 4ാമത്തെ കൺഫർമേഷൻ ഇതുകൂടി ഉണ്ടായി. നമ്മുടെ ഈ പോയിൻറ്റ് 830 പോയിൻറ്റ് ഞാൻ പറഞ്ഞില്ലേ, പ്രൈസിൻ്റെ അബവ് സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞ പ്രൈസിൻ്റെ അബവ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ഹൈ അടിച്ചു, ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഡോജ് ഉണ്ടാക്കി, ബൂം പ്രൈസ്. ഓക്കെ, പെർഫെക്റ്റ് ആണ്. എല്ലാവരും കൂടി ചിന്തിക്കുക, കറക്റ്റായിട്ട് പെർഫെക്റ്റ് എൻട്രി എങ്ങനെ എടുക്കണോ, എങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് വീഡിയോ ഞാൻ കൊടുത്ത നമ്മുടെ ടാർഗറ്റ് അത് പെർഫെക്റ്റ്ലി അടിച്ച് ടാർഗറ്റ് എന്തായിരുന്നു നമ്മുടെ ഇതായിരുന്നു ലേറ്റസ്റ്റ് മീൻസ് ഓൾ ടൈം ഹൈ. അവിടുന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് പറയേണ്ടതാണ്. അതാണ് പെർഫെക്റ്റ്ലി നമ്മുടെ ടാർഗറ്റ്. പിന്നെ ഫിബൊനാച്ചി വെച്ചിട്ട് നമ്മൾ അതും നോക്കി. സോ ഓവറോൾ അതാണ്. ഓക്കെ, സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ വീഡിയോ. താങ്ക് യു സോ മച്ച്. ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ.